സൂര്യചന്ദ്ര ഭാഗം 24. മോളുടെ മുത്തശ്ശി ഈ തറവാടിന്റെ അവകാശം പറഞ്ഞ് കേസിന് പോയിരിക്കുകയാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി രണ്ടുപേരും തുല്യ ശക്തികളെ പോലെ നിൽക്കുന്നത് കൊണ്ട് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് സൂര്യ ഞെട്ടി ശിവയെ നോക്കി. മുത്തശ്ശി കേസിന് പോയിരിക്കുകയാണോ? അത് മുത്തശ്ശന്റെ സ്വത്തിനു വേണ്ടി? അവൾ പറഞ്ഞുകൊണ്ട് ശിവയെ തന്നെ നോക്കി. അപ്പോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല മക്കളെ? അയാൾ ചോദിച്ചു. ആ തറവാട് ആവശ്യപ്പെട്ടാണ് ഗായത്രി ദേവി കേസിന് പോയിരിക്കുന്നത്. വല്ലാത്തൊരു പകയുള്ളത് പോലെയാണ് അവർക്ക് ആ തറവാടിനോട്. അതവർക്ക് കിട്ടിക്കഴിഞ്ഞ ഉറപ്പായിട്ടും അവർ അത് ഇടിച്ചു പൊളിച്ച് അവിടെ ഒരു റിസോർട്ട് പണിയും എന്നാണ് ഒരിക്കൽ പറഞ്ഞു കേട്ടത്. അതുകൊണ്ടാണ് നാരായണൻ ചേട്ടന്റെ ചെറിയച്ഛന്റെ മകൻ കേസിന് പോയതും അത് വിട്ടുകൊടുക്കാതെ ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നതും, അയാൾ പറഞ്ഞു. ഗായത്രി ദേവിയുടെ മറ്റൊരു മുഖം തിരിച്ചറിയുകയായിരുന്നു സൂര്യ. റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് താമസിക്കണമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അവർ പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ പൂമുഖത്തേക്ക് കടന്നതും ഒരു പ്രായമായ ആള് ആ വീടിന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. കാവിമുണ്ടും ഒരു തോർത്ത് ദേഹത്ത് ഇട്ടിട്ടുണ്ട്. ചേട്ടന് ഈ കുട്ടിയെ നോക്കിയിട്ട് എവിടെയെങ്കിലും മുഖപരിചയം ഉണ്ടോ എന്ന് നോക്കിക്കേ, അയാൾ പറഞ്ഞതും അകത്തു നിന്ന് വന്ന ആ പ്രായമുള്ള ആള് അവളെ സൂക്ഷിച്ചു നോക്കി. പിന്നെ അടുത്ത് നിൽക്കുന്ന ശിവയെയും. ഇല്ല, ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ആരാ? ഏട്ടാ, ഇത് ഏട്ടന്റെ ഉറ്റ കൂട്ടുകാരനുണ്ടായിരുന്നില്ലേ, നാരായണൻ. നാരായണന്റെ കൊച്ചുമക്കളാണ് എന്ന ആള് പറഞ്ഞതും ആ പ്രായമുള്ള മനുഷ്യൻ സൂര്യയെ സൂക്ഷിച്ചു നോക്കി. നാരായണൻ ചേട്ടന്റെ മകള് മീരയുടെ മക്കളില് ഒരാള്, അയാൾ പറഞ്ഞതും എന്റെ ദേവി, മികയുടെയും എന്റെ നാരായണന്റെയും മകള് മീരയുടെ മക്കള് അല്ലേ? മീരമോളെ ഞാൻ ചെറുതിനെ കണ്ടിട്ടുണ്ട്. പിന്നെ കാണാനുള്ള അവസരം അവള് തന്നിട്ടില്ല, അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആ പറഞ്ഞത് മുത്തശ്ശിയാണെന്ന് സൂര്യയ്ക്കും ശിവയ്ക്കും മനസ്സിലായിരുന്നു. മീരമോൾക്ക് 2 കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതില് ഒരാളാണ് ഇത്, അയാൾ പറഞ്ഞു. ഉവ്, ഒരിക്കലും ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനായിട്ട് ഇവൻ അവിടെ വന്നപ്പോ കണ്ടു എന്ന് എന്നോട് പറഞ്ഞിരുന്നു. കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാണാൻ പറ്റുമെന്ന് ഒട്ടും കരുതിയില്ല. അവള് നശിപ്പിക്കല്ലേ എന്റെ മക്കളെ, എന്റെ നാരായണന്റെ മകളെ അവളുടെ വരുതിയിലാക്കി. എന്നിട്ടും അവളുടെ പക തീർന്നില്ല. ആ കുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. അയാളത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സങ്കടമായിരുന്നു. സൂര്യയും ശിവയും ശ്രദ്ധിച്ചിരുന്നു. ഇവരെ അവിടെ തന്നെ നിർത്താതെ അകത്തേക്ക് കയറ്റിയിരുത്തേട്ടാ, അവരുടെ കൂടെ വന്ന ആള് പറഞ്ഞതും അയ്യോ ഞാൻ മറന്നു കുട്ടികളെ എന്ന് പറഞ്ഞ് അയാൾ അവരെ വളരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു. അപ്പോഴേക്കും 30-35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ആരാച്ചാ ഇത്? ആ സ്ത്രീ ചോദിച്ചു. നീ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ടാവും നാരായണനെ കുറിച്ച്. ഡോക്ടറായിരുന്നു. ഉവ്, കേട്ടിട്ടുണ്ട്. ആരോഗ്യ മെഡിക്കൽ കെയർ ഹോസ്പിറ്റൽ. അത് തന്നെ. അതെയോ? ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് കേസുമായി വന്നതാണ്. ഇൻഷുറൻസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെയും കുറച്ചു നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നതും ഞങ്ങൾക്ക് താങ്കളോട് ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിരുന്നു, ശിവ പറഞ്ഞതും അതിനെന്താ, സംസാരിക്കാലോ. താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഇവരുടെ തറവാട് വരെ ഒന്ന് പോയാലോ? അതൊന്ന് ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം. അതിനെന്താ, പോകാലോ. അല്ല, മോൻ എന്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞില്ലല്ലോ, അദ്ദേഹം ചോദിച്ചതും സൂര്യ ശിവയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ കളക്ടറാണ്, ശിവ പറഞ്ഞതും അവരെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആള്, ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളും ആ സ്ത്രീയും അടക്കം ശിവയെ അത്ഭുതത്തോടെ നോക്കി. കളക്ടർ? അയാൾ ചോദിച്ചു. അതെ, കോഴിക്കോട്, ശിവ പറഞ്ഞു. ഈശ്വര, മനസ്സിലായില്ലല്ലോ സാറേ, അമ്പലത്തിൽ വെച്ച് കണ്ട അദ്ദേഹം പറഞ്ഞതും അയ്യോ എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, ശിവ അങ്ങനെ വിളിച്ചാൽ മതി. എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ? താങ്കൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പ്രായമുള്ള അയാളോട് ശിവ ചോദിച്ചു. ഇല്ല കുട്ടിയെ, ഞാൻ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ഇരുന്നു പോകും. അതുകൊണ്ട് വൈകുന്നേരം നടത്തം പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. കൂടുതലും ആ വീട്ടിലേക്ക് തന്നെയായിരിക്കും. അവിടേക്ക് നടക്കുമ്പോൾ
ഞങ്ങളുടെ പഴയ കാലങ്ങളെല്ലാം ഓർമ്മ വരും. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലമെല്ലാം. അയാൾ പറഞ്ഞുകൊണ്ട് പതിയെ പുറത്തേക്കിറങ്ങി. ഞാൻ ഈ കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊള്ളൂട്ടോ. ആ സ്ത്രീയോടും അവരുടെ കൂടെ വന്ന ആ ചേട്ടനോടും അയാൾ പറഞ്ഞു. ശരി ചേട്ടാ എന്ന് പറഞ്ഞ് അമ്പലത്തിൽ വെച്ച് കണ്ട ആള് അവിടെ നിന്നും അകത്തേക്ക് പോയി. കൂടെ ആ സ്ത്രീയും. ശിവയും സൂര്യയും അദ്ദേഹത്തിനെ കയ്യിൽ പിടിച്ച് പതിയെ പടികളിറങ്ങി നടക്കാൻ തുടങ്ങി. കുറെ നേരം അവരുടെ ചെറുപ്പകാലവും അവർ കളിച്ചു വളർന്നതും എല്ലാ വിശേഷങ്ങളും പറഞ്ഞാണ് അവർ തറവാടിന്റെ മുന്നിലെത്തിയത്. സൂര്യ അല്പസമയം അവിടെ നിന്നു. മോളുടെ അമ്മ പോലും ഇവിടെ വന്ന് നിന്നിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ നാരായണനും മികയുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും മീര മോള് ഇവിടെ തന്നെ വളർന്നേനെ. പക്ഷെ ഗായത്രി ദേവി അവൾ അതിനൊന്നും അനുവദിച്ചില്ല. അവൾക്ക് പകയാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നാരായണനടക്കം ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ശരിക്കും ഈ പറയുന്ന ഇവരുടെ മുത്തശ്ശി മരിച്ചത് എങ്ങനെയാണെന്ന് താങ്കൾക്ക് ഓർക്കുന്നുണ്ടോ? ശിവ ചോദിച്ചു. പിന്നെ ഓർക്കുന്നുണ്ടോന്നോ? നല്ല മഴയുള്ള ഒരു രാത്രിയാണ് അവൾക്ക് പെയിൻ വരുന്നത്. അന്ന് ഞാനും നാരായണനും ഈ വരാന്തയിൽ ഇരുന്ന് സംസാരിക്കായിരുന്നു. കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ ഓടിച്ചെന്നത്. അന്ന് ഞാനും നാരായണനും ഗായത്രി ദേവിയും എല്ലാവരും കൂടിയാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. 2 ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആവാനായിരുന്നു അന്ന് ഗായത്രിയുടെ സീനിയർ ഡോക്ടർ മികയോട് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഗായത്രി വർക്ക് ചെയ്തത്. അതുകൊണ്ട് അവിടെ തന്നെ കാണിച്ചാൽ മതിയെന്ന് ഗായത്രിയാണ് പറഞ്ഞത്. നല്ല ഹോസ്പിറ്റലാണ്, നല്ല സൗകര്യമുണ്ട്, എല്ലാം കൊണ്ടും നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നാരായണൻ അവിടെ കാണിക്കാൻ തീരുമാനിച്ചതും. പിന്നെ ഗായത്രിയും അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്താവശ്യത്തിനും എപ്പോഴും കൂടെ ഗായത്രി ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് ഗായത്രി ദേവി നോർമൽ ഡെലിവറിയാണെന്ന് പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് മാറ്റി സിസേറിയൻ നടത്തണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും അത് കേട്ടപ്പോൾ ടെൻഷനായി, നാരായണൻ അടക്കം. എത്ര വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാലും നാരായണൻ മികയുടെ കാര്യത്തിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത് പോലെയായിരുന്നു അവൻ മികയെ കൊണ്ടു നടന്നത്. വളരെ ചെറിയൊരു വേദന പോലും അവന് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് പെയിൻ വന്നപ്പോൾ നാരായണൻ അവളെ അങ്ങനെ വേദനിപ്പിക്കാതെ സിസേറിയൻ ചെയ്തെടുക്കാം എന്ന് വരെ നാരായണൻ പറഞ്ഞു. അവളുടെ സങ്കടം കാണാൻ പറ്റാതെ നാരായണന് അത് തോന്നിയത്. പക്ഷെ എന്തുകൊണ്ടോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ ആ കുഞ്ഞിന്റെയും നാരായണന്റെയും ഒപ്പം ജീവിക്കാൻ മികയ്ക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു മാലാഖ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹമായിരുന്നു. അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം ദൈവം വേഗം അങ്ങോട്ട് വിളിച്ചത്. അയാൾ പറഞ്ഞു. ഞങ്ങളൊരു കാര്യം ചോദിച്ചാ തെറ്റായിട്ട് താങ്കൾ എടുക്കരുത്. എന്നാലും ഞങ്ങളുടെ ഒരു സംശയമാണ്. മിക എന്ന് പറയുന്ന ഇവരുടെ മുത്തശ്ശി അവരുടെ മരണത്തില് എന്തെങ്കിലും പങ്ക് ഗായത്രി ദേവിക്ക് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ശിവ ചോദിച്ചതും അയാൾ ശിവയെ നോക്കി, അടുത്ത് നിന്ന സൂര്യയെയും. നിങ്ങളുടെ ഈ സംശയം ഞങ്ങൾക്കും തോന്നിയതാണ്. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നാരായണനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാരായണന് അത് സത്യമാണെന്ന് തെളിയിക്കാൻ മാത്രം തെളിവുകളൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഗായത്രി ദേവിക്ക് ഉറപ്പായിട്ടും മികയുടെ മരണത്തിൽ പങ്കുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് ഉറപ്പിക്കുന്നത്? ശിവ ചോദിച്ചു. മിക മരിച്ചു കഴിഞ്ഞ് പിന്നെ ഗായത്രി ദേവിയുടെ മാറ്റം, നാരായണനോടുള്ള അടുപ്പം, എങ്ങനെയും അവന്റെ ഭാര്യ പദവി അലങ്കരിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നാരായണൻ അവളെ വിവാഹം കഴിക്കേണ്ടി വന്നത്. പിന്നീട് അയാൾ അവളുടെ പഴയ കാലങ്ങളെല്ലാം സൂര്യയ്ക്കും ശിവയ്ക്കും മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു സിനിമാ കഥ കേൾക്കുന്നത് പോലെയാണ് സൂര്യ അത് കേട്ടത് എങ്കിൽ അതിൽ നിന്നും യഥാർത്ഥ കുറ്റവാളികളെ സംശയാസ്പദമായി ഒക്കെ ആ മരണത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ശിവ അത് മുഴുവനും കേട്ടത്. ഇതേ സമയം രുദ്രം ചന്ദ്രയും സഞ്ചരിച്ചിരുന്ന കാറ് ഒരു വീടിന്റെ മുന്നിൽ വന്ന് നിന്നു. ചന്ദ്ര രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ആ കാണുന്ന പടുകൂറ്റൻ വീട്ടിലേക്കും നോക്കി. കാറിൽ നിന്നും ഇറങ്ങാതിരിക്കുന്ന ചന്ദ്രയെ കണ്ടതും, എന്താ ചന്ദ്ര, നിനക്ക് പേടിയുണ്ടോ? രുദ്ര ചോദിച്ചു. ഇല്ല രുദ്ര, പക്ഷെ ഞാൻ അറിയാവുന്ന സത്യങ്ങള് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, ചന്ദ്ര പറഞ്ഞു. എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ. പക്ഷെ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല.
ഒരുപക്ഷെ ഇത്രയും വർഷമായിട്ടും ഇതിങ്ങനെ ആരും അന്വേഷിക്കാതെ കിടന്നത് നിങ്ങൾ തന്നെ ഇത് അന്വേഷിക്കണം എന്ന് ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തികൾ ആഗ്രഹിക്കുന്നുണ്ടാവും, രുദ്ര പറഞ്ഞു. എന്നാലും എന്റെ മുത്തശ്ശിയുടെ മരണത്തില് അവർക്ക് പങ്കുണ്ടാവോ? എന്റെ മുത്തശ്ശന്റെ മരണത്തിലും? അവൾ ആകാംക്ഷയോടെ രുദ്രനോട് ചോദിച്ചു. അറിയില്ല, ഒരു സംശയം മാത്രമാണ്. അവരായിട്ട് ഒരിക്കലും സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതിന് ഒരുപാട് ഒരുപാട് കടമ്പകളിലൂടെ കടന്നു പോണം. എന്നാൽ മാത്രമേ സത്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരൂ. ഇത്രയും നാളും ഇങ്ങനൊരു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവരുടെ കഴിവ് തന്നെയാണ്, രുദ്ര പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം ആകുമ്പോൾ തെളിവുകൾ ഒന്നും ഉണ്ടായി എന്ന് വരില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും പലതും. നമ്മുടെ സംശയങ്ങളും നിഗമനങ്ങളും ആയിരിക്കും. അത് ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ ശരിയും ആകാം, രുദ്ര പറഞ്ഞു. അപ്പോഴേക്കും ഗേറ്റ് തുറക്കാനായിട്ട് ഒരാൾ വന്നു. ഞങ്ങൾക്ക് അകത്തേക്ക് പോവാമോ? ആരാണ്? അയാൾ ചോദിച്ചു. ഞങ്ങൾ ഇവിടുത്തെ വാമികയുടെ മുത്തശ്ശിനെ കാണാനാണ്, അതായത് മിക മഹേശ്വരിയുടെ അച്ഛനെ, രുദ്ര പറഞ്ഞതും അയാൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോകുന്നത് നോക്കി അവർ അവിടെ തന്നെ നിന്നു. ഞാൻ അന്വേഷിച്ചത് വെച്ച് അദ്ദേഹം വയ്യാതെ കിടക്കാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. സംസാരിക്കാനോ ഓർമ്മയ്ക്കോ അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്, രുദ്ര പറഞ്ഞു. അപ്പോഴേക്കും അകത്തേക്ക് പോയ ആള് പുറത്തേക്ക് വന്നു. ഗേറ്റ് തുറന്നു കൊടുത്തു. അപ്പോഴേക്കും രുദ്രന്റെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നു. പോർച്ചിൽ കൊണ്ടുവന്ന് നിർത്തി. ചന്ദ്ര ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും രുദ്ര കാറിൽ നിന്നും ഇറങ്ങി ചന്ദ്രയ്ക്കായി കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തു. ചന്ദ്ര രുദ്രനെ ഒന്ന് നോക്കി. പിന്നെ ചുറ്റുപാടും നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ സമയമാണ് അകത്തുനിന്ന് ഒരു പ്രായമുള്ള ആള് ഇറങ്ങി വരുന്നത് കണ്ടത്. അവരെ കണ്ടതും അയാൾ അടുത്തേക്ക് വന്നു. എന്താണ്? ആരെ കാണാനാണ്? അയാൾ ചോദിച്ചു. ഞങ്ങൾക്ക് ഇവിടുത്തെ മുത്തശ്ശനെ ഒന്ന് കാണണം, രുദ്രാണ് പറഞ്ഞത്. അദ്ദേഹത്തെ കാണാനാണോ? അദ്ദേഹത്തെ ഇപ്പോ ആരും അങ്ങനെ കാണാൻ തയ്യാറാവാറില്ല, അയാൾ പറഞ്ഞു. എന്റെ പേര് പറഞ്ഞാൽ മതി, രുദ്രശങ്കർ ആചാര്യ, രുദ്ര പറഞ്ഞതും. ഒരു മിനിറ്റ്, നിങ്ങൾ കയറി വിസിറ്റിംഗ് റൂമിലേക്ക് ഇരുന്നോളൂ, അയാൾ പറഞ്ഞതും രുദ്ര ചന്ദ്രയുടെ കൈ പിടിച്ച് വിസിറ്റിംഗ് റൂമിലേക്ക് നടന്നു. അപ്പോഴും അവൾ ചുറ്റും നോക്കുകയായിരുന്നു, ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ. അവൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞതും അയാൾ അവിടെ അടുത്തേക്ക് വന്നു. നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട്, ഇവിടെ നിന്നും ലിഫ്റ്റിൽ പോകാം, അയാൾ പറഞ്ഞു. രുദ്ര ചന്ദ്രയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ തന്നെ ലിഫ്റ്റിലേക്ക് കയറി. 2nd ഫ്ലോർ എന്ന് അയാൾ പറഞ്ഞിരുന്നു. അതിലെ ബട്ടൺ അമർത്തി. എന്തുകൊണ്ടോ ചന്ദ്രയുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ഭയം തോന്നുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആകെ ഒരു പരവശവും വെപ്രാളവും. ലിഫ്റ്റ് ഇറങ്ങിയതും നേരെ കാണുന്ന ഒരു മുറിയിലെ മുന്നിലായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. നിങ്ങളാണോ മുത്തശ്ശിനെ കാണാൻ വന്നിരിക്കുന്നത്? അവർ ചോദിച്ചു. അതെ, വന്നോളൂ, അദ്ദേഹം അകത്തുണ്ട്, കിടക്കുകയാണ്, ആ സ്ത്രീ പറഞ്ഞതും രുദ്രും ചന്ദ്രയും അവരുടെ പുറകെ പോയി. അകത്തേക്ക് കടന്നതും ചന്ദ്ര ചുറ്റും നോക്കുകയായിരുന്നു. മനോഹരമായ ഒരു മുറി. ഒരു മരുന്നിന്റെയോ കുഴമ്പിന്റെയോ ഒന്നും മണമില്ല. ഒരു പ്രത്യേക സ്മെല്ലാണ് ആ റൂമിലുള്ളത് എന്ന് രുദ്രനും ചന്ദ്രയ്ക്കും തോന്നി. അപ്പോഴാണ് ചന്ദ്ര ബെഡിൽ കിടക്കുന്ന പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുന്നത്. ആൾക്ക് നന്നായിട്ട് അവശതയുണ്ടെങ്കിലും ആ അവശതയിലും മറച്ചു വയ്ക്കുന്ന ഒരു ഗാംഭീര്യമാണ് ആ മുഖത്തെന്ന് ആ സമയം ചന്ദ്രയ്ക്കും രുദ്രനും തോന്നി. അവരെ കണ്ടതും അയാൾ അവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ സമയമാണ് അയാളുടെ നോട്ടം ചന്ദ്രയുടെ മുഖത്തേക്ക് പതിഞ്ഞത്. അയാൾ അവളെ തന്നെ നോക്കി നിന്നു. അയാളുടെ കണ്ണുകൾ പതിയെ നിറയാൻ തുടങ്ങി. ചുണ്ടുകൾ പതിയെ വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് നന്നായിട്ട് സങ്കടം വരുന്നുണ്ടെന്ന് രുദ്രന് തോന്നി. കരയാതെ മാക്സിമം കടിച്ചു നിൽക്കുകയാണ്, ശ്രമിക്കുന്നുണ്ട് കരയാതിരിക്കാൻ. പക്ഷേ എവിടേക്കോ അവളുടെ മനസ്സിലൊരു നോവുണ്ടെന്ന് ആ സമയം അവന് തോന്നി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ
കാർത്തിക.